ഹായ് ഹലോ. ഞാനിന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഇതാരും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്തൊരു സാധനമാണ്. അതായത് ദോശ ചുട്ടിട്ടുള്ള അടപ്രഥമൻ. അതിനു വേണ്ടി തേങ്ങ ചിരകിയെടുത്ത ശേഷം അതിൻ്റെ അകത്ത് ചൂടുവെള്ളം കുറച്ചൊഴിച്ച് ഒന്നാം പാൽ പിഴിഞ്ഞ് മാറ്റി കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഇളക്കി രണ്ടാം പാലും പിഴിഞ്ഞ് വെച്ച് അതുപോലെ മൂന്നാം പാലും കൂടെ പിഴിഞ്ഞ് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട പച്ചരി, ഞാൻ പച്ചരിയല്ല, ഞാൻ നമ്മളെ നെല്ലുകുത്തിയ നല്ല തരിക്കരിയാണ് ഉപയോഗിച്ചിന്. അത് വെള്ളത്തിലിട്ട് കുതിർന്ന ശേഷം നല്ലപോലെ കഴുകി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമ്മളെ കുറച്ച് ലൂസായിട്ട് നമ്മൾ ദോശേൻ്റെ പരുവത്തിൽ ലൂസാക്കി അരച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ദോശക്കല്ലിൽ ഒഴിച്ച് ഇതുപോലെ ചുട്ടെടുക്കുക. ഇത് ദോശ ചുട്ടെടുത്ത ശേഷം നമ്മൾ മൂന്നാം പാലിലേക്ക് ഈ ദോശ ചുട്ട് നമ്മളിങ്ങനെ വെക്കുക. നമുക്ക് എത്രയാണോ ആവശ്യം എന്ന് വിചാരിച്ചാൽ അത്രയും ദോശ ചുട്ട് ഉണ്ടാക്കിയ ശേഷം ആ പാലിൻ്റെ അകത്ത് നിന്ന് ഇതുപോലെ കൈവച്ച് അതൊന്ന് കുഴച്ചെടുക്കുമ്പം നല്ലപോലെ ഉടഞ്ഞ് നമ്മൾ അടപ്രഥമൻ വെക്കുന്ന അട പോലെ ആയി വരും. അതിനുശേഷം അത് അടുപ്പത്ത് വെച്ചിട്ട് ആ പാലും ആടയും കൂടെ അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളപ്പിച്ച് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള ബെല്ലവും കൂടെ അതിൽ ചേർക്കുക. എത്രയാണോ ആവശ്യത്തിന് മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ശർക്കരയും കൂടെ ചേർത്ത് നല്ലപോലെ അത് ഉരുകി നല്ലപോലെ കുറുകി വരുമ്പം നമ്മൾ പിഴിഞ്ഞ് വെച്ച രണ്ടാം പാലും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് കുറുകി നമ്മൾ പായസത്തിന് നമുക്ക് എത്രയാണോ ആ ലൂസ് അതിനനുസരിച്ചുള്ള ആ പാകമായ ശേഷം കറക്റ്റ് പാകമായും തോന്നിയിട്ടാകുമ്പോൾ നമ്മൾ മൂന്നാം പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി നല്ലപോലെ കുറുകിയാൽ നമ്മളെ പായസം റെഡിയായി. അതിൻ്റെ അകത്ത് കുറച്ച് ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കുറച്ച് നെയ്യൊരുക്കി അതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്തിട്ടാൽ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി അടപ്രഥമൻ റെഡിയായി. ഇതാകുമ്പോൾ നമുക്ക് അട പീടികയെന്ന് മേടിക്കേണ്ട, അട വീട്ടിൽ ഉണ്ടാക്കണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കേ.